ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. പിന്നീടാണ് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത്. ആദ്യമായി ശിർക്ക് സംഭവിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ ചെന്ന് ദഅവത്ത് ആരംഭിച്ചു. തിരിച്ച് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർ തൗഹീദിലായിരുന്നു, പിന്നെ മുശ്രിക്കായതാണ്, ശിർക്കിലേക്ക് പോയതാണ്. അവരെ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അതിലുള്ള നേതാക്കന്മാർ അവർ പറഞ്ഞ വാക്കാണ് വഖാലു ലാ തദറുന്ന ആലിഹതകും. ആ നേതാക്കന്മാരെ അണികൾക്ക് പറഞ്ഞു കൊടുക്കാണ് ലാ തദറുന്ന ആലിഹതകും. അല്ലാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ഇലാഹുമാരെ, നിങ്ങൾ ആരാധിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കരുത്, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ. 5 ആൾക്കാരുടെ പേര് പറഞ്ഞു. അള്ളാഹുവിന് പുറമെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ച, അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യപ്പെട്ട ആ 5 ആൾക്കാരുടെ, 5 ഇലാഹുമാരുടെ പേര് സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ 5 ആൾക്കാർ ആരായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറയപ്പെട്ട 5 ആൾക്കാർ വദ്, സുവാഅ, യഊഖ്, യഗൂസ്, നസ്ർ അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. ആരാണ് അവര്? ബിംബങ്ങളല്ല, ഇന്ന് കാണുന്ന ആൾക്ക് ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, ഊഹങ്ങൾ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, അയാൾ വെറും കഥാപാത്രങ്ങളല്ല. അവർ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരിച്ചുപോയ മഹത്തുക്കളുടെ, സാലിഹീങ്ങളുടെ പേരുകളാണത്. അപ്പൊ ആദ്യമായിട്ട് ശിർക്ക് നടന്നത് ആരോടെയാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെ പേരിലൂടെയാണ്. ആ രംഗം എങ്ങനെയാണ് ശിർക്ക് അവരിലേക്ക് വന്നത്? ഇവരിലൂടെ, ഈ മഹത്തുക്കളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അഥവാ മുസ്ലിങ്ങളായ ആ വിഭാഗത്തിൽ എങ്ങനെയാണ് ശിർക്ക് വന്നത്? അത് അബ്ദുല്ലാഹ് അബ്ബാസ് പറയാണ്, ഫലമ്മ ഹലകു. ആ മഹത്തുക്കൾ, ആ 5 മഹത്തുക്കൾ അവരിൽ ജീവിച്ചവരാണ്. ഫലമ്മ ഹലകു, അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം. ആ 5 ആൾക്കാർ മരണപ്പെട്ടവരെ കബറടക്കി. അതിനുശേഷം ഷൈത്താന് ആ സമൂഹത്തിലേക്ക് വന്നു. എന്നിട്ട് അവരിങ്ങനെ മന്ത്രിച്ചു, ആ മഹത്തുക്കൾ ജീവിതകാലത്ത് ഇബാദത്തുകൾ ചെയ്തിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. എന്തിന്? അവർ അത്രയും അവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സമൂഹം, ആ മഹത്തുക്കൾ അത്രയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം അത്രയും മഹത്തുക്കളാണ്, സ്വാലിഹ്യങ്ങളാണ്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. സ്വാലിഹ്യങ്ങൾ ആ ജനത എന്ത് ചെയ്യും? സ്നേഹിക്കും, ആദരിക്കും, ബഹുമാനിക്കും. ആ ബഹുമാനം കുറച്ച് അധികമായതാ പ്രശ്നം, അധികമാകാൻ പാടില്ല. അപ്പം ആ അവർ ഇബാദത്ത് ചെയ്ത ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താൻ അവരെ മന്ത്രിച്ചു. വസമ്മൂഹാ ബിഅസ്മാഇഹിം. ആ രൂപങ്ങൾ ഉണ്ടാക്കുകയും ആ രൂപങ്ങൾക്ക് അവരുടെ പേരുകൾ നൽകാനും പിശാച് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഫഫഅലു, അവർ അത് ചെയ്തു. അവർ ഇരുന്ന ഓരോ ആൾക്കാരുടെ വീട്ടിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി, ആ രൂപങ്ങൾക്ക് അവരുടെ പേരും നൽകി. ഫലം തുഅബദ്, അന്നൊന്നുമില്ല, ആ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകളൊന്നും ചെയ്യപ്പെട്ടിരുന്നില്ല. രാവിലെ വൈകുന്നേരം അവരിങ്ങനെ വന്ന് നോക്കും, ഒരു സമാധാനം.